ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ സ്മാർട്ട് ആർട്ടുകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഞാൻ ഈ സ്ലൈഡ് തൽക്കാലം കീപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ മറ്റു ഡീറ്റെയിൽസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് നൽകാം. ഇവിടെ ഞാൻ ബ്ലാങ്ക് ലേഔട്ടോട് കൂടിയ ഒരു ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാം. ആദ്യം തന്നെ ഒരു ടൈറ്റിൽ ആഡ് ചെയ്ത് നൽകുകയാണ്. ഇതിൻ്റെ ഫോർമാറ്റിംഗ് എല്ലാം നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഓരോ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് അതിലേക്ക് ഞാൻ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഇമേജ് കൂടി ആഡ് ചെയ്യുകയാണ്. അതിനായി ഇൻസേർട്ട് ടാബിൽ നിന്നും പിക്ചേഴ്സ് ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പിക്ചറുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ഒരു മാപ്പിൽ കേരളം എവിടെയാണ് വരുന്നത് എന്ന രീതിയിൽ ഉള്ള രണ്ട് ഇമേജസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ രണ്ട് ഇമേജസും നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് നൽകുന്നു. സോ നമ്മുടെ സ്ലൈഡിലേക്ക് ഈ ഇമേജസ് ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി ഇവിടെ ഈ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. സോ ഈ സ്ലൈഡ് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നൽകുകയാണ്. ഈ ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കൺട്രോൾ എ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നൽകുകയാണ്. ഇനി നമുക്ക് ആദ്യം ആഡ് ചെയ്ത രണ്ട് ഇമേജസും ഡിലീറ്റ് ചെയ്ത് ഈ ഒരു സ്ലൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് ആഡ് ചെയ്ത് നൽകാം. ഈ ഒരു പേജിൽ ഞാൻ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനായി നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ഇവിടെ പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്യുകയും അതിനുശേഷം ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്ത് ഫ്രം എ ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ആവശ്യമായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഇൻസേർട്ട് നൽകുന്നു. സോ നമുക്ക് ഈ സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്ലൈഡ് കൂടി ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇമേജ് വീണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് നൽകാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട്, പിക്ചർ ടെക്സ്ചർ ഫിൽ, ഇൻസേർട്ട്, ഫ്രം ഫയൽ, ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, വീണ്ടും മറ്റൊരു സ്ലൈഡ് കൂടി ആഡ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകിയാണ്. സോ ഞാനിവിടെ രണ്ട് സ്ലൈഡുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈഡുകളും ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നൽകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ലൊക്കേഷൻ എന്നുള്ളത് ഹെഡിങ് ആണ്. അതിനെ സെലക്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് ബോൾഡ് ആക്കി നൽകുകയാണ്. തൽക്കാലം ഞാൻ ഫോണ്ട് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, സൈസ് മാത്രം കൂട്ടി നൽകുകയാണ്. ഒരു 50 നൽകുന്നു. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷനെ ഞാൻ സെലക്ട് ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിൽ വരത്തക്ക രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് നൽകുകയാണ്. ശേഷം അവ സെലക്ട് ചെയ്ത് ലൈനുകൾ തമ്മിലുള്ള അകലം 1.5 നൽകുന്നു. സൈസ് ഒരു 20 നൽകുന്നു.
അതിനുശേഷം ഞാൻ ഈ ഇമേജിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നൽകുകയാണ്. അതിനായി നമുക്ക് ഇവിടെ ഒരു ആരോ യൂസ് ചെയ്യാം. നമുക്ക് ഇൻസേർട്ട് ടാബിൽ നിന്നും ഐക്കൺ സെലക്ട് ചെയ്ത് ഇതിൽ നിന്നും ഒരു ആരോ സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാൻ ഈ ഒരു ആരോ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതിനെ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനെ നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നൽകി അല്പം റൊട്ടേറ്റ് ചെയ്യാം. അതോടൊപ്പം അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് നൽകാം. വേണമെങ്കിൽ ഈ ആരോയുടെ കളറും നമുക്ക് ചേഞ്ച് ചെയ്ത് നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഇതിലും അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ സെലക്ട് ചെയ്ത് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുകയും ബോൾഡ് ആക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനെയും സെലക്ട് ചെയ്ത് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ശേഷം അതും ഒന്ന് അറേഞ്ച് ചെയ്യുക. നമുക്കിവിടെ കാണാം ഈ ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ വിസിബിൾ അല്ല. സോ അതിൻ്റെ കളറ് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് നൽകാവുന്നതാണ്. ഞാൻ വൈറ്റ് സെലക്ട് ചെയ്ത് ഒന്ന് ബോൾഡ് കൂടി ആക്കി നൽകുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ലൈഡുകളും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. സോ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഈ അവസാന സ്ലൈഡിൽ ഒരു ഗ്രേഡിയൻറ്റ് ഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു സ്ലൈഡിലൂടെ നോക്കാം. അതിനെ തന്നെ ഇവിടെ ഈ സ്ലൈഡ് സെലക്ട് ചെയ്ത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡിയൻറ്റ് ഫിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു സ്ലൈഡർ ഓപ്ഷൻ ലഭ്യമാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ സ്ലൈഡറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതിനനുസരിച്ച് ഇവിടെ ഈ കളറിൽ അത് അപ്ലൈ ആയിരിക്കുന്ന റീജിയൻ്റെ എമൗണ്ട് മാറുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും സ്ലൈഡർ ഇതിനുള്ളിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ഏതെങ്കിലും ഒരു സ്ലൈഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായി നമുക്ക് കളർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ തന്നെ സെലക്ട് ചെയ്ത് നൽകുന്നു. അതുപോലെ ഓരോ സ്ലൈഡറും നമുക്ക് സെലക്ട് ചെയ്ത് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ കളറുകൾ അപ്ലൈ ആയിരിക്കുന്ന ഡയറക്ഷൻ ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാം. ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്ലൈഡർ ആഡ് ചെയ്യാനായി ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആഡ് ഗ്രേഡിയൻറ്റ് സ്റ്റോപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. സോ ഇതിനുള്ളിൽ ഒരു സ്ലൈഡർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാനായി തൊട്ടടുത്തുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യും. ഹെൽത്ത് കെയർ സിസ്റ്റം എന്നുള്ള ഈ സ്ലൈഡ് ഏറ്റവും അവസാനത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിനും ഒരു ഗ്രേഡിയൻറ്റ് ഫിൽ അപ്ലൈ ചെയ്ത് നൽകുക. ഇവിടെ ഞാൻ കളറൊന്ന് മാറ്റി നൽകുകയാണ്. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് സ്ലൈഡ് ഷോയിൽ കണ്ടു നോക്കാം. സോ നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. വരും ദിവസങ്ങളിലെ വീഡിയോയിലൂടെ നമുക്ക് ഈ സ്ലൈഡുകൾക്ക് ആനിമേഷൻസ് അല്ലെങ്കിൽ ട്രാൻസിഷൻസ് നൽകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.